ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പ്രതികളെപ്പോലും ദിവസങ്ങൾക്കുള്ളിൽ നിയമത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കാൻ കേരള പോലീസിന് കഴിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി പോലീസിനോടുള്ള ഒരു മതിപ്പ്, പോലീസിങ്ങിലുള്ള വിശ്വാസം വലിയ തോതിൽ ജനങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സേന എന്ന നിലയിൽ കാണുകയാണ്. മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധ വെച്ച് നീങ്ങുമ്പോൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രത്യേകമായ ചില പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും പ്രധാനമായ കാര്യം പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക, അത്തരമൊരു പോലീസ് സേന ആവുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പോലീസിങ് എന്നത് എല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരേ സമയം രണ്ട് റോളാണ്. ഒന്ന് നിയമപാലകരുടെ റോൾ, അതേസമയം തന്നെ ജനങ്ങളുടെ സുഹൃത്തുക്കളായി മാറുക. ഈ രണ്ടും പോലീസിന് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നു. നിയമപരിപാലനത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. ഇത്തരമൊരു തിരിച്ചറിവോടെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുകയുണ്ടായി എങ്ങനെയാണ് പോലീസ് സേന പ്രവർത്തിക്കേണ്ടത്. വലിയൊരു സേനയാണ്, ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള സേനയാണ്. അതിലാരെങ്കിലും നിയമത്തിനും ചട്ടത്തിനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ അവരുടെ കാര്യത്തിൽ പിന്നെ അവരും മുഖം നോക്കാതെയുള്ള നടപടികൾക്ക് വിധേയരാകും. ഒരു പരിരക്ഷയും ഒരു ഭാഗത്തും ഉണ്ടാവില്ല. ഉയർന്ന പോലീസ് ഓഫീസർമാരിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷ കുറ്റം കാണിച്ചാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കില്ല. അതും ഇപ്പോൾ കേരളത്തിൽ നടപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി പോലീസുകാർക്കും വലിയ തോതിലുള്ള കരുത്ത്, ഉൾക്കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുക. ഒരു ബാഹ്യ ഇടപെടലുമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നത് പോലീസിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പോലീസ് സേനയുടെ ഇവിടുത്തെ സ്റ്റേഷൻ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.